ഹായ് ഫ്രണ്ട്സ്, ഇത് കൊച്ചിയിലുള്ള സെൻട്രൽ സ്ക്വയർ മാളാണ്. ഈ മാളിൽ നമ്മൾ കയറി വരുമ്പം ഫ്രണ്ടിൽ എൻട്രൻസിൽ ഐ ലവ് യു കൊച്ചി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാളിൽ അത്ര തിരക്കായിട്ടൊന്നുമില്ല, ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്ര തിരക്കൊന്നുമില്ല. ലുലുവിൽ അത്ര ക്ലൗഡൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ അതിനകത്ത് ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ചെക്കിങ്ങിൻ്റെ എല്ലാം ഉണ്ടാകാൻ നോക്കുന്നത് അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ മാളിനകത്ത് സൈഡിൽ എൻ്റെ ബൈക്കിൻ്റെ ഒരു സെക്ഷൻ, അത് വീഡിയോയ്ക്കൊക്കെ കാണാൻ പറ്റും. അതെന്തോ വിന്നിങ്ങിൻ്റെ എന്തോ സംഭവം. നമ്മൾ കയറി വരുന്ന സമയത്ത് മറ്റേ ഈ ചിൽഡ്രൻസിനുള്ള ഒരു ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം, ആ സംഭവം കൊള്ളായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം അവിടെ കുറേ പിള്ളേർ വന്ന് നിൽപ്പുണ്ടായിരുന്നു, കിടന്ന് ബഹളം വയ്ക്കുക. അത് സംഭവം കൊള്ളാം. ഞാൻ അതിനകത്തൂടെ നമ്മൾ കയറി പോകുന്നതാണ് ആദ്യം വിചാരിച്ചത്. അപ്പം അവിടെ ഈ റോപ്പ് കണക്ക് സംഭവം വെച്ചിട്ടുണ്ട്. അതെല്ലാം സംഭവം കൊള്ളാം. പിന്നെ ബാഗിൻ്റെ സെക്ഷനുണ്ട്, ഷൂ, ഷർട്ട്. നമ്മൾ കാണുന്ന ട്രിവാൻഡ്രത്തും ലുലുവിലൊക്കെ കാണുന്ന സെയിം സംഭവങ്ങളെല്ലാം. പിന്നെ മാള്, തിയേറ്റർ, ഫുഡ് കോർട്ട്, പിന്നെ കോസ്മെറ്റിക് ഉണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ, KFC. പിന്നെ നമ്മൾ കണ്ടില്ല, ഞാൻ കാണാത്ത കുറച്ച് ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട്, ഷാമ്പുകളുണ്ട്. പിന്നെ ഞാൻ ഇതിന് ശേഷം അടുത്ത എക്സലേറ്റർ കയറി മുകളിലോട്ടാണ് പോയത്. മുകളിലോട്ട് ചെന്ന സമയം അവിടെയും വലിയ ക്ലൗഡൊന്നുമില്ല. ക്ലൗഡും അത്ര തിരക്ക് കുറവായിരുന്നു. അതുപോലെ ഈ കാണുന്ന ഫ്ലോറിലും തിരക്ക് കുറവായിരുന്നു, തിരക്കൊന്നുമില്ല. പിന്നെ ട്രെൻഡ്സ്, പിന്നെ നമ്മൾ റിലയൻസ് ഫ്രഷ്, അവരെ ക്ലോത്തിങ് സ്റ്റോർ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എക്സലേറ്റർ കയറി മുകളിൽ പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, മണ്ടയിലാണ് തിയേറ്റർ ഉള്ളത്. തിയേറ്ററിൻ്റെ സെക്ഷനിലോട്ടൊന്നും ഞാൻ പോയില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന സമയം മൊത്തം എൻ്റെ ഫോൺ ഞാൻ നേരെ വെച്ചിട്ടാണ്, അതായത് നേരെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കയ്യിലിരുന്ന ട്രൈപോഡൊന്ന് ജസ്റ്റ് കംപ്ലൈൻ്റ് ആയി. അപ്പം വീഡിയോയ്ക്ക് അതിൻ്റെ ചെറിയ ഷേക്കുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പം ഇച്ചിരി തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റാവുന്നത്. 1-2 പേര് ചോദിച്ചായിരുന്നു, വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മാക്സിമം ഞാൻ ശ്രമിക്കാം വീഡിയോ ഇടാൻ. പിന്നെ ഈ ഇലയുടെ സംഭവം അതെല്ലാം കൊള്ളായിരുന്നു. അതെല്ലാം കൊള്ളായിരുന്നു. ഈ മറ്റേ ഞാൻ പറഞ്ഞ ഈ ജംഗിൾ ബുക്ക്, ആ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ എല്ലാം നിന്ന് കറങ്ങി. മാക്സിമം ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ അത്ര ഞാൻ വലിച്ച് നീട്ടുന്നില്ല. വീഡിയോ ലെങ്ത് ആകുമെന്ന് വെച്ചിട്ടാണ് വീഡിയോ മാക്സിമം കുറയ്ക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ നേരെ നടന്ന് നീങ്ങി. പിന്നെ ട്രെൻഡ്സ്, അങ്ങനെ. പിന്നെ അവിടെ ഓഫറിൻ്റെ പല സെക്ഷനും ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഈ ട്രോളി ബാഗ് ഉണ്ടാക്കുള്ളൂ, അതിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. മറ്റേ റിലയൻസ് ഫ്രഷിൻ്റെ സൂപ്പർ മാർക്കറ്റായിരുന്നു. അവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ബോർഡും എല്ലാം ഞാൻ കണ്ടായിരുന്നു. പിന്നെ ചിലതെല്ലാം സംഭവം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം ഷർട്ട്, മറ്റേ ചുരിദാർ. ഇത് മറ്റേ കൊച്ചു പിള്ളേർ, ചിൽഡ്രൻസിൻ്റെ ഈ ടോയ്സിൻ്റെ സെക്ഷൻ. പിന്നെ അവിടെ ട്രെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഈ മറ്റേ ടോയ്സിൻ്റെയൊക്കെ വെച്ച് ട്രെയിനും അതൊക്കെ ഓടിച്ചു നോക്കുന്നതല്ലായിരുന്നു. പിന്നെ ഉള്ളത് മറ്റേ ഈ പിന്നെ ബേബിയുടെ ഒരു സെക്ഷനായിട്ട് ഇതിനകത്തുണ്ട്, അതായത് ബേബി കെയറിൻ്റെയൊക്കെ പ്രോഡക്റ്റുകളും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ഞാൻ അടുത്ത ഇതിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും അത്ര ഞാൻ പറഞ്ഞ കണക്ക് ലുലുവിൽ കാണുന്ന അത്ര തിരക്കൊന്നുമില്ല. ഞാൻ മറ്റേ ഫോറം മാളിലൊക്കെ മുമ്പ് പോയപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 2 മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ. മൂവി കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണുക. പിന്നെ വീഡിയോ 2 സിനിമയും പോയി കാണാൻ ശ്രമിക്കും, 2 അടിപൊളി സിനിമയാണ്. പിന്നെ പിസ്സ ഹണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ റിലയൻസ് സ്മാർട്ടിൻ്റെ, അതിനകത്ത് ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഇത് മേലിൽ നോക്കുമ്പം ഉള്ള വ്യൂ ആണിത്. പിന്നെ ഇത് റിലയൻസ് ഫ്രഷ്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് മറ്റേ സിനിമയുടെ സെക്ഷൻ. ഇപ്പം ആവേശം, അതിൻ്റെയൊക്കെ ഞാൻ പോസ്റ്റർ അവിടെ കണ്ടായിരുന്നു. ഈ ബാഗാണ് ഞാൻ പറഞ്ഞ മറ്റേ ഓഫറിന് വെച്ചാക്കുന്നത്. ചില കടകളൊക്കെ ഇനി സൂണാണ്, മിക്കതും അതിനകത്ത് ഓപ്പൺ ആയിട്ടില്ല. ചില ഫ്ലോറുകളെല്ലാം ഒഴിവാണ്. പിന്നെ മേല് ഫുഡ് കോർട്ടിൻ്റെ സെക്ഷനാണ്, അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് കറങ്ങി. KFCയും പിന്നെ പിസ്സ ഹണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ലുലുവിൽ കണ്ട ഫുഡ് കോർട്ടുകളുണ്ട്.
വീഡിയോ അത്ര ഞാൻ വലിച്ച് നീട്ടുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് കറങ്ങി ആൾക്കാരെല്ലാം കണ്ടു. 1-2 പേര് കണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് മറ്റേ ഞാൻ പറഞ്ഞത് മറ്റേ റിലയൻസിൻ്റെ ഇതാണ്. പിന്നെ നമ്മൾ ആവേശവും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സിനിമ ഓടുന്നുണ്ട്. നല്ല അതിന് ഫുൾ ബുക്കിംഗാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ പോയി കാണുക. ആവേശം അടിപൊളി സിനിമയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ വീഡിയോക്കകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അടുത്ത പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.